നമസ്കാരം. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ സസ്പെൻസ് തുടരുകയാണ്. LDFും NDAയും ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കടന്നില്ല എങ്കിൽ പോലും കോൺഗ്രസിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി എത്തുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ പ്രിയങ്കയ്ക്ക് വേണ്ടി ഇപ്പോൾ വയനാട്ടിൽ ഉടനീളം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഫ്ലെക്സുകളും മറ്റും ഉയർന്നിട്ടുമുണ്ട്. പ്രിയങ്കയുടെ കന്നി പോരാട്ടം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം കൂടിയാണ്. അതേ കാരണം കൊണ്ട് തന്നെ BJPക്കും ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയങ്കയ്ക്കെതിരെ ആര് മത്സരിക്കുമെന്നുള്ള ചോദ്യത്തിന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നു എങ്കിൽ പോലും ഇന്നലെ കെ സുരേന്ദ്രൻ നടത്തിയ ചില പരാമർശങ്ങൾ കാറ്റ് മാറി വീശാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. പ്രിയങ്കയ്ക്കെതിരെ ഏറ്റവും അനുയോജ്യർ തന്നെ മത്സരിക്കും എന്നായിരുന്നു സുരേന്ദ്രന്റെ പരാമർശം. വയനാട്ടിൽ CPI ആനി രാജയെ കഴിഞ്ഞ തവണ കളത്തിലിറക്കിയതുപോലെ വയനാട്ടിലേക്ക് BJP ഒരു ദേശീയ മുഖത്തെ കൊണ്ടുവന്നാൽ അതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. അമേഠിയിൽ രാഹുൽ ഗാന്ധിയോട് പരാജയപ്പെട്ട സ്മൃതി ഇറാനി ഉൾപ്പെടെ നിരവധി ദേശീയ നേതാക്കൾ ഇപ്പോഴും BJPയുടെ നിരയിലുണ്ട്. സ്മൃതി ഇറാനിയെ പോലെ വളരെ കഴിവുറ്റ, വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ദേശീയ നേതാക്കൾ, പരാജയപ്പെട്ടവരുടെ പട്ടികയിൽ ഇടം പിടിച്ച ഈ നേതാക്കൾക്ക് രാജ്യസഭാ സീറ്റ് നൽകാനുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ദേശീയ മുഖം വയനാട്ടിലേക്ക് എത്താനുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. മാത്രമല്ല, കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ പ്രചരണം കൊഴുപ്പിക്കാൻ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയതും സ്മൃതി ഇറാനി തന്നെയായിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വയനാട്ടിൽ വിട്ടുകൊടുക്കാത്ത ഒരു പോരാട്ടം തന്നെയായിരിക്കും നരേന്ദ്രമോദി അടങ്ങുന്ന കേന്ദ്ര നേതൃത്വവും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് ആര് എന്നുള്ള ചോദ്യം വീണ്ടും NDA ക്യാമ്പുകളിൽ മുഴങ്ങുകയാണ്. ഇന്നലെ കെ സുരേന്ദ്രൻ നൽകിയ ആ ഒരു പരാമർശം, ഏറ്റവും അനുയോജ്യരായ നേതാവ് തന്നെ എത്തുമെന്നുള്ള ഒരു പരാമർശം, അത് ഒരുപക്ഷെ ഒരു ദേശീയ മുഖത്തിലേക്ക് തന്നെ പോയേക്കാം എന്നുള്ള ചില അഭ്യൂഹങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് എന്ന് പറയുന്നത് സ്മൃതി ഇറാനി തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ മുൻപ് അമേഠിയിൽ പരാജയപ്പെടുത്തിയ അതേ വീറും വാശിയോടുകൂടി സ്മൃതി ഇറാനി കൂടി വയനാട്ടിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമാകില്ല എന്ന സൂചന കൂടിയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.